പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അടുത്ത ഒരാഴ്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവവികാസം മിക്കവാറും നരേന്ദ്രമോദിയുടെ മൂന്നാം അധികാര സ്വപ്നങ്ങളുടെ കടക്കൽ കത്തിവീഴ്ത്താനിടയുള്ളതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. 400 സീറ്റിലധികം നേടും എന്ന വാദവുമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയ മോഡിയുടെ അവസ്ഥ ഇപ്പോൾ തന്നെ പരമദയനീയമാണ് എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. അതിനെക്കുറിച്ചൊരു വിശദമായൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. എന്തായാലും പോളിംഗ് ശതമാനത്തിലുണ്ടായിട്ടുള്ള കുത്തനെയുള്ള ഇടിവ്, അതിനെ തുടർന്ന് കർണാടകത്തിലുണ്ടായ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതൊക്കെ മോദിയുടെ മൂന്നാം അധികാരം എന്ന സ്വപ്നത്തിന് വലിയ ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ആ സ്വപ്നങ്ങൾക്ക് മേലെല്ലാം അവസാനത്തെ ആണിയാവാനിടയുള്ള ഒരു സംഭവവികാസം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കാനിടയുണ്ട് എന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അതെന്താണെന്ന് ചോദിച്ചാൽ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ മാർച്ച് 21 മുതൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. തിഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ട അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദം, ജാമ്യം എന്ന് പറയുമ്പോൾ തനിക്ക് ജാമ്യം ലഭിക്കണം എന്നല്ല അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തനിക്കെതിരായിട്ടുള്ള ഈ കേസ് തന്നെ റദ്ദാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ വാദം കീഴ്ക്കോടതി മുതൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആ വാദം കീഴ്ക്കോടതി തള്ളി. അതിനെ തുടർന്ന് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി പോയി. ഡൽഹി ഹൈക്കോടതിയും അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷ തള്ളി. ആ ജാമ്യാപേക്ഷ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു 2 അംഗ ബെഞ്ചിൻ്റെ പരിഗണനയിൽ ഇരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ കേസിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സുപ്രീം കോടതി ഒരു ഇടക്കാല വിധി പ്രഖ്യാപിക്കാനിടയുണ്ട്. ആ വിധി കൂടി പ്രഖ്യാപിക്കപ്പെടുന്നതോടെ നരേന്ദ്രമോദിയുടെ മൂന്നാം അധികാരം എന്ന് പറയുന്ന സ്വപ്നം പൂർണ്ണമായും ഏതാണ്ട് ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ള ഒരു വിഷയം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച്, അതായത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 ആഴ്ചകൾക്ക് മുമ്പ് ആ ബെഞ്ചിൻ്റെ മുമ്പിൽ ആ വിഷയം വന്നിരുന്നു. അവരത് 29-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു. ആ 29-ാം തീയതി ഒരല്പം വിശദമായി അവർ വാദം കേട്ടു. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വാദം കേട്ടു. ആ വാദം കേട്ടതിനെ തുടർന്ന് ഇപ്പോൾ മെയ് 7-ാം തീയതിയിലേക്ക് അടുത്ത വാദം വെച്ചിരിക്കുകയാണ്. മെയ് 7-ാം തീയതിയിലേക്കുള്ള വാദത്തിൽ അന്നു തന്നെ തീർപ്പ് ഉണ്ടാവണം എന്നില്ല. എന്തായാലും അന്നുണ്ടായില്ലെങ്കിലും 1-2 ദിവസങ്ങൾക്കുള്ളിലെങ്കിലും അതിൽ തീർപ്പുണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന സൂചനകൾ സുപ്രീം കോടതിയിൽ നിന്ന് ഇതിനകം വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്കൊരല്പം അഭിമാനമുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ ഈ ജാമ്യത്തിൻ്റെ വിഷയം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ആ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ വന്ന വാദങ്ങളെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം കേരളത്തിൽ ആദ്യമായി പൊതുമണ്ഡലത്തോട് പറഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ ഞാനായിരുന്നു എന്നുള്ളത് ഇതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഞാൻ പറഞ്ഞ കാര്യം സംഭവിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഞാൻ ഈ വീഡിയോയിലൂടെ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇനി നിങ്ങൾ ഒന്ന് കേൾക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവരെ നടന്ന വാദങ്ങൾ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടല്ല കെജ്രിവാൾ കോടതിയിലെത്തിയത് എന്ന് നമ്മൾ കണ്ടുകൊള്ളണം. ഈ കേസ് തന്നെ റദ്ദാക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ കോടതിയിലെത്തിയത്. അതുകൊണ്ട് സുപ്രീം കോടതി ഈ കേസ് റദ്ദാക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ ഇതുവരെ നടന്ന വാദങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ
അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ്, ആ സാധ്യതയ്ക്കാണ് മുൻതൂക്കം എന്നാണ് ഈ വാദങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ആ വീഡിയോയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന വാദഗതികൾ എന്തായിരുന്നുവെന്നും ആ വാദഗതികളുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടാൻ പോവുകയാണ് എന്നുള്ള കാര്യവും ഞാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാൻ വ്യക്തമാക്കിയിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വാദം നടന്നു. ആ വാദം നടന്നപ്പോൾ സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? രണ്ടംഗ ബെഞ്ച് പറഞ്ഞത് ദിസ് കേസ് മേ ടേക്ക് ടൈം, അതായത് ഈ കേസിൻ്റെ വാദം സമയമെടുക്കാനിടയുണ്ട്. ബട്ട് ഇഫ് ദ കേസ് ടേക്സ് ടൈം വി മേ കൺസിഡർ ദ ക്വസ്റ്റ്യൻ ഓഫ് ഇൻ്ററിം ബെയിൽ ബിക്കോസ് ഓഫ് ഇലക്ഷൻസ്. അതുകൊണ്ട് ഈ കേസ് വാദത്തിന് സമയമെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇടക്കാല ജാമ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഞങ്ങൾ പരിഗണിക്കും. അത് ഇലക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളത് പരിഗണിക്കാൻ പോകുന്നത്. ലെറ്റ് us ബി വെരി ക്ലിയർ ഓൺ ദാറ്റ്. ആ കാര്യത്തിൽ നമുക്ക് സംശയത്തിനൊന്നും അടിസ്ഥാനം ഇല്ല. എന്നിട്ട് പറഞ്ഞു, പ്ലീസ് ഓൾസോ ടേക്ക് ഇൻസ്ട്രക്ഷൻസ്, വി ആർ നോട്ട് സേയിങ് എനിത്തിങ്, ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഞങ്ങൾ പറയുന്നില്ല. വി വുഡ് ലൈക്ക് ടു കൺസിഡർ ഗ്രാൻഡ് ഓഫ് ഇൻറ്ററിം ബെയിൽ ബിക്കോസ് ഓഫ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടക്കാല ജാമ്യം കൊടുക്കുന്ന കാര്യം ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മിസ്റ്റർ സിംഗ്വി എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകനാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, വി മേ ഓർ മേ നോട്ട് ഗ്രാൻഡ്, ഞങ്ങൾ ജാമ്യം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. വി ആർ ഗോയിങ് ടു ഹിയർ യു, ഞങ്ങൾ അങ്ങയെ കേൾക്കാൻ പോവുകയാണ്. വി മസ്റ്റ് ബി ഓപ്പൺ ടു യു, ഞങ്ങൾ തുറന്ന സമീപനമാണ് നിങ്ങളോട് എടുക്കേണ്ടത്. ബിക്കോസ് നൈദർ സൈഡ് ഷുഡ് ബി ടേക്കൺ ബൈ സർപ്രൈസ്, ഞങ്ങൾ തുറന്ന സമീപനമാണ് എടുക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് സർപ്രൈസ് ആർക്കും ഇത് പെട്ടെന്ന് കേൾക്കുന്നു എന്ന് തോന്നരുത് എന്ന് കോടതി പറയുകയുണ്ടായി. സുഹൃത്തുക്കളെ, ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്. അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ സൂചന ഈ കേസ് 30-ാം തീയതി വാദത്തിന് വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് വിശദമായി ഞാൻ പറഞ്ഞിരുന്നു. ഈ കേസിൽ അന്ന് വാദം വന്ന സമയത്ത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകനായിട്ടുള്ള മനു അഭിഷേക് സിംഗ്വി വിശദമായി തൻ്റെ വാദമുഖങ്ങൾ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുകയുണ്ടായി. കോടതി ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്കും വിശദമായിട്ടുള്ള വാദം സിംഗ്വി പറയുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാദം എന്ന് പറയുന്നത്, EDയുടെ വാദം എന്ന് പറയുന്നത്, ക്രിമിനലായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് പരിഗണനയൊന്നും ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുകയില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പ്രകാരം തുല്യത, എല്ലാവർക്കും തുല്യതയാണ്. അത് പണ്ഡിതനായാലും പാമരനായാലും പണമുള്ളവനായാലും പണമില്ലാത്തവനായാലും മുഖ്യമന്ത്രിയായാലും സാധാരണ പൗരനായാലും ഒരേ നിയമം മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇതിൽ അരവിന്ദ് കെജ്രിവാളിന് പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കാൻ കഴിയില്ല. ഇതായിരുന്നു EDയുടെ വാദം. ഇതിന് മറുപടിയായി മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ പറഞ്ഞത്, മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും നൽകേണ്ട ആവശ്യമില്ല, പക്ഷേ പൗരന്മാർക്ക് ലഭിക്കുന്ന പരിഗണനയെങ്കിലും അരവിന്ദ് കെജ്രിവാളിന് ലഭിക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യമാണ് അന്ന് മനു അഭിഷേക് സിംഗ്വി ഉയർത്തിയത്. അന്ന് PMLA ആക്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് വാദഗതികൾ നടന്നു. അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് 5 ചോദ്യങ്ങൾ ചോദിച്ചു. ആ 5 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ ചെയ്തത്. അതിൽ 4-ാമത്തെ 5-ാമത്തെ ചോദ്യം വളരെ പ്രസക്തമാണെന്നും ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ആ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കാൻ പോകുന്നു എന്നുള്ള വിവരം ഞാനന്ന് സൂചിപ്പിച്ചു. അതിൽ 4-ാമത്തെ ചോദ്യത്തിൽ കോടതി പറയുന്നത്, നിയമ നടപടികൾ ആരംഭിക്കുന്നതും അറസ്റ്റും തമ്മിൽ 365 ദിവസത്തെ ഗ്യാപ്പാണ് ഉണ്ടാവേണ്ടത്. അതായത് നിയമ നടപടി ഏതെങ്കിലും ഒരു കേസിൽ ED ആരംഭിച്ചാൽ PMLA ആക്ട് പ്രകാരം അറസ്റ്റ് 365 ദിവസത്തിനുള്ളിൽ ഉണ്ടാവണം. എന്നാൽ ഈ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടോ? 365 ദിവസത്തിലുള്ള അറസ്റ്റ് നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ കോടതി, ഞങ്ങൾ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞതിന് ശേഷം, ലൈഫ് ആൻഡ് ലിബർട്ടി ഈസ് ഇമ്പോർട്ടൻറ്റ്, അതായത് ജീവനും പൗരാവകാശങ്ങളുമാണ് പ്രധാനം എന്ന് കോടതി ഒരു കൃത്യമായൊരു നിരീക്ഷണം നടത്തി. എന്ന് മാത്രമല്ല, അറസ്റ്റ് അല്ല ഓപ്ഷൻ എന്നും കോടതി പറഞ്ഞു. അതായിരുന്നു 4-ാമത്തെ പ്രധാനപ്പെട്ട നിരീക്ഷണം. 5-ാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്താ? എന്തുകൊണ്ടാണ് പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള സുപ്രധാനമായിട്ടുള്ള ചോദ്യവും അന്ന് സുപ്രീം കോടതി ഉന്നയിച്ചിരുന്നു. അപ്പോൾ 5 ചോദ്യം EDയോട് ചോദിച്ചു. അതിൽ 4-5 എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള വാദം പിന്നീട് സുപ്രീം കോടതിയിൽ നടന്നപ്പോഴാണ് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം നടത്തിയത്. കാരണം
അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകാൻ പോവുകയാണ്. അതുകൊണ്ട് ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കണം എന്ന് ED യോട് സുപ്രീം കോടതി പറയുകയുണ്ടായി. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. മാർച്ച് 21 തീയതി പോലെ തിഹാർ ജയിലിൽ കിടക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കാൻ പോകുന്നു എന്ന് കൃത്യമായി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാര്യമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ ഇത് സംഭവിക്കാൻ പോകുന്നുവെന്ന് കാര്യകാരണ സഹിതം സുപ്രീം കോടതിയിൽ നടന്ന വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിരീക്ഷിച്ചത്. ആ നിരീക്ഷണം പൂർണ്ണമായും ശരിയായിരിക്കുന്നു. മാർച്ച് 21 മുതൽ തിഹാർ ജയിലിൽ കിടക്കുന്ന അരവിന്ദ് കെജ്രിവാൾ മോചിതനാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കോടതിയുടെ നിരീക്ഷണം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം, യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസമാണ് അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. ആ ചെയ്ത നടപടി പൂർണ്ണമായും തെറ്റായിരുന്നുവെന്നാണ് EDയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും വാദം വിശദമായി കേട്ട കോടതി തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ജയിലിലടച്ച നടപടി, ആ നടപടി തെറ്റാണ് എന്നാണ് സുപ്രീം കോടതി തീരുമാനിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇടക്കാല ജാമ്യം നൽകാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് നരേന്ദ്രമോദിക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിരിക്കും എന്ന് നമ്മൾ നിരീക്ഷിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ സുഹൃത്തുക്കളെ? കാരണം അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നതെന്നും അരവിന്ദ് കെജ്രിവാൾ അഴിമതി നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹം അഴിമതി നടത്തിയെന്ന് കോടതികൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കോടതികൾ അദ്ദേഹത്തിന് ജാമ്യം നൽകാത്തത് എന്നുമായിരുന്നല്ലോ മോഡിയുടെ കാഴ്ചപ്പാട്. മോഡി അതാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. മോഡി പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. കീഴ്ക്കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയില്ല, ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയില്ല. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് അരവിന്ദ് കെജ്രിവാൾ അഴിമതി നടത്തി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത മോദി സർക്കാരിൻ്റെ നടപടി പൂർണ്ണമായും ശരിയാണെന്ന് കോടതികൾ പോലും അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അത് തെറ്റാണെന്നും അത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ ഇടക്കാല ജാമ്യം നൽകാൻ പോകുന്നത്. ആ ഇടക്കാല ജാമ്യം നൽകാൻ പോകുന്നത് ഇലക്ഷന് മുമ്പ് ആണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇലക്ഷന് മുമ്പ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത മോദി സർക്കാരിൻ്റെ നടപടി തെറ്റായിരുന്നുവെന്നും സുപ്രീം കോടതി ഇതിലൂടെ വിവക്ഷിക്കുകയാണ്. സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകുന്നതോടെ അത് നരേന്ദ്രമോദിക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും നൽകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രജ്വൽ രേവണ്ണ വിഷയത്തിൽ ഇപ്പോൾ തന്നെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന മോദിയുടെ മസ്തകത്തിന് ഏൽക്കാൻ പോകുന്ന അടുത്ത അടിയായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്ന് മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിലൂടെ മോചിതനാകാൻ പോകുന്നു എന്നുള്ള വിഷയം ആദ്യം കേരളത്തിലെ പൊതുമണ്ഡലത്തെ മുൻകൂട്ടി തന്നെ അറിയിക്കാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് കഴിഞ്ഞു എന്നതിൽ എനിക്കുള്ള അഭിമാനവും കൂടി മുൻകൂട്ടി എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ഇതിലൂടെ അറിയിക്കുകയാണ്.